മറ്റ് വാർത്തകളിലേക്ക് കൂടി കിടക്കാം. ആരോഗ്യരംഗത്തെ അനാസ്ഥകളെക്കുറിച്ച് നിരന്തരം വാർത്തകൾ വരുന്ന കാലത്ത് ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സ്വകാര്യ ക്ലിനിക്കിലെ ജീവനക്കാർ നടത്തിയ രക്ഷാദൗത്യം ഹൃദയം തൊടുന്നു. കോഴിക്കോട് പറമ്പിൽ ബസാറിലെ പറമ്പിൽ ഹെൽത്ത് കെയറിലെ നഴ്സ് ഫാത്തിമ ഹനയും മാനേജർ സൽമാൻ ഷാഹിദും ലാബ് ടെക്നീഷ്യൻ ജാസിമുമാണ് അപസ്മാരം ബാധിച്ച 9 മാസം പ്രായമായ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഠിനമായി ശ്രമിച്ചത്. കഴിഞ്ഞ മാസം 14-ാം തീയതി രാത്രി 8 മണിയോടെയാണ് 9 മാസം പ്രായമുള്ള കുഞ്ഞുമായി പറമ്പിൽ ബസാർ സ്വദേശിയായ യുവതി പറമ്പിൽ ഹെൽത്ത് കെയറിലെത്തിയത്. കുഞ്ഞിനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ തന്നെ അല്പം ഗുരുതരമാണെന്ന് മനസ്സിലായി. അപസ്മാരം വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗത്തെ ചലനശേഷി നിലച്ച മട്ടിലായിരുന്നു കുഞ്ഞ്. ഉടൻ തന്നെ കൂടുതൽ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. പകച്ചുനിന്ന കുഞ്ഞിന്റെ ഉമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നേഴ്സായ ഫാത്തിമ ഹന ഡോക്ടറിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങി. സാച്ചുറേഷൻ കുറവായതുകൊണ്ട് കുഞ്ഞിനെ എന്താക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെ റെഫർ ചെയ്യാൻ നമുക്ക് പറ്റൂല. പിന്നെ ഞങ്ങൾ മാനേജറോട് പറഞ്ഞപ്പോൾ മാനേജർ ഇതാക്കി കാറ് വിളിച്ച് അങ്ങനെ മാനേജറും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഇവിടെ കൊണ്ടുപോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് കുഞ്ഞിനെ എന്താക്കിയിട്ടുണ്ട്, പൾസ് റേറ്റ് ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ നമുക്ക് CPR കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നത്. ശേഷം മാനേജർ സൽമാൻ പരിസരത്തെ ആംബുലൻസുകളെല്ലാം വിളിച്ചു നോക്കി. എന്നാൽ ആംബുലൻസുകളൊന്നും ലഭ്യമായിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. തന്റെ കാറിൽ കുഞ്ഞുമായി കോഴിക്കോട് ഇഖ്റ ആശുപത്രിയിലേക്ക് പോയി. പോകുന്ന വഴിയിൽ കൃത്രിമശ്വാസം നൽകിയും മറ്റു പ്രാഥമിക ചികിത്സ നൽകിയും ഫാത്തിമ ഹന ഒരു നേഴ്സിന്റെ യഥാർത്ഥ കരുതൽ കാണിച്ചു. അപ്പൊ നമ്മുടെ തന്നെ കമ്പനി വണ്ടിയിലാണ് കുട്ടീനെ നമ്മൾ എന്ത് ചെയ്തത് ഇഖ്റ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് പോകുന്നത് മുതൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് കെയർ നമ്മുടെ സ്റ്റാഫ് സൈഡ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇഖ്റ ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമായ ചികിത്സ ലഭിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഫാത്തിമ ഹനയും മാനേജർ സൽമാനും ലാബ് ടെക്നീഷ്യൻ ജാസിമും തിരികെ പോന്നത്. കഴിഞ്ഞ ദിവസം സംഭവം സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെയാണ് നേഴ്സായ ഫാത്തിമ ഹനയും മാനേജറും നാട്ടിലെ താരങ്ങളായത്. നിരവധി പേരാണ് ഇരുവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചെത്തുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.